ഇവന് തന്റെ കൈകൾ കൊണ്ട് ഒരു ഫുഡും കഴിക്കാൻ സാധിക്കില്ല. കാരണം അവന് നോർമലായ കൈകളല്ല ഉള്ളത്, പകരം അവന് സിസർ ഹാൻഡ്സ് ആണ് ഉള്ളത്. അവൻ ഫുഡ് കഴിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ഈ ലേഡി അവനെ എൻകറേജ് ചെയ്ത് അവസാനം അവൻ എങ്ങനെയൊക്കെയോ ബ്രെഡിൽ ബട്ടർ പുരട്ടുന്നു. അവസാനം അവൻ ഫുഡിന്റെ ടേസ്റ്റ് എന്താണെന്ന് രുചിച്ചറിയുന്നു. അവന്റെ അച്ഛൻ അവന് യഥാർത്ഥ കൈകൾ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവനോടത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ കൈകളും നശിക്കുന്നു. അവൻ അവസാനമായി അച്ഛനെ ഒന്ന് തൊടാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷെ അവന്റെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസിൽ മുറിവ് പറ്റുന്നു. അന്നു മുതൽ അവൻ ആ വലിയ വീട്ടിൽ തനിച്ചാവുന്നു. പെട്ടെന്നൊരു ദിവസം അവിടേക്ക് ഈ ലേഡി വരുന്നു. പക്ഷെ അവനെ കണ്ടിട്ടും അവർക്ക് പേടിയൊന്നും തോന്നുന്നില്ല. അവന്റെ ഫേസിലെ മുറിവുകൾ കണ്ട് അവർക്ക് അവനോട് അലിവ് തോന്നുന്നു. അവർ ആ മുറിവ് പതുക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് തനിച്ചായ അവനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ആദ്യമായാണ് ഒരു കാറിൽ കയറുന്നത്. കൊച്ചുകുട്ടികളെ പോലെ അവൻ ഓരോ കാര്യങ്ങൾക്കും അതിശയിക്കുന്നു. അവസാനം അവർ വീട്ടിലെത്തുന്നു. ആ വീട് അവന് വളരെയധികം ഇഷ്ടമാവുന്നു. അവൻ വാട്ടർ ബെഡിൽ തൊട്ടതും അതിൽ ഹോള് വീഴുന്നു. ഉടനെ അവൻ ഒരു പാവ എടുത്തു വെച്ച് അത് മറയ്ക്കുന്നു. മാത്രമല്ല ആ ലേഡി കൊടുത്ത ഡ്രസ്സ് ഇടാനും അവൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. അവന്റെ ശബ്ദം കേട്ട് ആ ലേഡി വന്ന് ഡ്രസ്സ് ഇടാൻ സഹായിക്കുന്നു. പക്ഷെ ആ നാട്ടിലുള്ളവർ അവനെ കണ്ട് പേടിക്കുന്നു. അവന്റെ ഫേസിലെ അടയാളങ്ങൾ മാറ്റുന്നതിനായി ആ ലേഡി അവന് മേക്കപ്പ് ചെയ്യുന്നു. പക്ഷെ അതൊന്നും അവന്റെ മുറിവുകൾ മറയ്ക്കുന്നില്ല. ഒരു ദിവസം ആ ലേഡിയുടെ ഹസ്ബൻഡ് തോട്ടത്തിൽ ചെടികൾ കട്ട് ചെയ്യുന്നത് കണ്ട് അവനും ഹെൽപ്പ് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൻ ആ ചെടിയെ ഒരു ഡൈനോസറിന്റെ ഷേപ്പിൽ റെഡിയാക്കിയിരിക്കുന്നു. അത് കണ്ട് എല്ലാവരും അതിശയിക്കുന്നു. അതിനുശേഷം ആ നാട്ടിലെ എല്ലാ വീടുകളിലും അവനെ വിളിച്ച് ചെടികൾ കട്ട് ചെയ്യിക്കുന്നു. ഒരു ദിവസം അവൻ ഒരു ഡോഗിന്റെ മുടി കട്ട് ചെയ്യുന്നു. ഡോഗിന്റെ ഓണറിന് അതിനെ കണ്ടതും വളരെയധികം ഇഷ്ടമാവുന്നു. അതിനുശേഷം ഒത്തിരി പേർ അവരുടെ പെറ്റ്സുമായി അവന്റെ അടുത്തേക്ക് വരുന്നു. അവന്റെ ടാലന്റ്സ് അതിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന ലേഡീസിന് പല മോഡലിൽ ഹെയർ കട്ട് ചെയ്തു കൊടുക്കുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്ക് അവനെ വളരെയധികം ഇഷ്ടമാവുന്നു. അവർ അവന് വേണ്ടി സ്പെഷ്യലായി ഒരു പാർട്ടിയും അറേഞ്ച് ചെയ്യുന്നു. നെയ്ബേഴ്സ് അവന് ഫുഡ് വാരി കൊടുക്കുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അവൻ ഇത്രയും സ്നേഹം കിട്ടുന്നത്.